അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ചിന്തിക്കേണ്ടതാണ്. ഓരോരുത്തരും മനസ്സറിഞ്ഞ് ചിന്തിക്കണം. ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുന്നവരൊക്കെ ഫോളോ ചെയ്യുക. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണത്. വൈലി എന്ന നരകത്തിലെ ഭയാനകരമായ ഒരു ഭാഗം, ഒരു സൈഡ്. ആർക്കാണത്? ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും തമ്മിൽ ഭാഷാപരമായി വളരെ അർത്ഥമുള്ള, അടുപ്പമുള്ള രണ്ട് വാക്കുകളാണത്. ഹുമസത്തും ലുമസത്തും. കബളിപ്പിക്കുന്നവർ, കുത്തിത്തിരിപ്പ് നടത്തുന്നവർ, ട്രോളുന്നവർ, ആളുകളെ മുന്നിൽ വെച്ചും അല്ലാത്തപ്പോഴുമൊക്കെ പരിഹസിക്കുന്നവർ, മനുഷ്യരുടെ പച്ചമാംസം തിന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. അവർ സാമ്പത്തികമായി നല്ല ഉയർച്ചയിലുണ്ടാവും. മറ്റുള്ളവരൊക്കെ നിസ്സാരമായി കാണുന്ന കിബിറന്മാരായ, കബളിപ്പിക്കുന്ന, കുത്തിത്തിരിപ്പ് നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ് വൈലി എന്ന ഏറ്റവും വലിയ നാശമാണ് അവർക്ക്. വൈലി എന്ന നരകമെന്നും പറയാം. ഏറ്റവും വലിയ നാശം ആഖിറത്തിൽ കിട്ടുന്ന വിഭാഗമാണ് അവർ കേട്ടോ. കുത്തിത്തിരിപ്പ് നടത്തുക, ഫിത്ന നടത്തുക, ആളുകളിടയിൽ തമ്മി തല്ലിപ്പിക്കുക. ഞാൻ മാത്രമല്ല തികഞ്ഞവൻ, മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്ന് ചിന്തിക്കുക. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയും ചിന്തിക്കുക. ഇപ്പോൾ രാഷ്ട്രീയമൊക്കെ വരികയുള്ളൂ, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. പരസ്പരം കുത്തിത്തിരിപ്പും ഫിത്തിനയും ഇല്ലാത്ത കെട്ടുകഥകളും പറഞ്ഞിട്ട് തൻ്റെ രാഷ്ട്രീയം വിജയിക്കാൻ മൂത്തവരെന്നോ താഴെവരുന്നവരെന്നോ നോക്കാതെ തെറി പറയുകയും എല്ലാം ചെയ്തിട്ട് ഈ പരിശുദ്ധ റമദാനിൽ വല്ലതും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ. അവരല്ലേ, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ചെയ്തു വെച്ച വല്ല നല്ല അമലുണ്ടെങ്കിൽ ആ അമലുകളൊക്കെ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്ന ആളുകൾ, അവർക്കൊന്നും ഉണ്ടാവില്ല. കാരണം കുത്തിത്തിരിപ്പ് നടത്താനും ഫിത്ന നടത്താനും ഇല്ലാത്തത് പ്രചരിപ്പിക്കാനും വലിയ ഉഷാറാണ് അവർ. പിന്നെ വഹാബികൾ, ജമാഅത്തെ ഇസ്ലാമി, അതുപോലുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ, കള്ളത്തരീക്കത്തുകാർ, അവർ പിന്നെ ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഇ. പുത്തൻ പ്രസ്ഥാനക്കാരുടെ അമലും അള്ളാഹ് സ്വീകരിക്കൂല. അവരെ കാര്യമാണ്. അവർ ചെയ്താൽ നിന്ന് അള്ളാഹ് സ്വീകരിക്കുക, ഒന്നും സ്വീകരിക്കൂല. അവർ വളരെ കഷ്ടത്തിലാണ്. അവരടുത്ത് അമലുമില്ല. പിന്നെ ഈ കുത്തിത്തിരിപ്പ് നടത്തുന്ന ഫിത്നയും മുനാഫിക്കത്തരവും ഒന്ന് നടത്തുന്ന ആളുകൾ എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അങ്ങനെ കുത്തിത്തിരിപ്പും ഫിത്നയൊക്കെ നടത്തുന്ന ആളുകൾ, പരിഹസിക്കുന്നവർ, കളിയാക്കുന്നവർ, കമൻറ്റോളികളുണ്ട് കുറേ. എന്തൊക്കെയാണ് അവർക്ക് പറ്റാത്തത് കണ്ടാൽ അവരങ്ങ് അടിക്കുകയാണ്. അവരെ വിചാരം അവർ വളരെ ഉഷാറാണെന്നാണ്. അതിനൊന്നും മറുപടി കൊടുക്കാറില്ല. ഞാൻ കാണാറുണ്ട്, സന്തോഷം. ഞാൻ ചിരിക്കും. അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് ദ്വാരക്കും. അങ്ങനെ ഹുമസത്തിൽ ലുമസുള്ള ആളുകൾ, അവർ ചിന്ത നല്ലത് ജമാ മാലം വഹദ്ദത. അവർ സ്വത്തിങ്ങനെ ഉണ്ടാക്കാൻ വളരെ ഉഷാറാണ്. സ്വത്തുണ്ടാക്കും, ബിസിനസ് നടത്തും, ഒക്കെ ചെയ്യും. പണം ഇങ്ങനെ എണ്ണി 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 കണക്കാക്കി വെക്കുന്ന പുരോഗതി, കൂടുതൽ കൂടുതൽ പുരോഗതി ഉണ്ടാകാനും സാമ്പത്തികമായി ആഖിറത്തെക്കുറിച്ച് മറന്നിട്ട് വല്ലാതെ എണ്ണി തിട്ടപ്പെടുത്തി സ്വത്തുകൾ കുറേ ഉണ്ടാക്കുന്ന ആളുകൾ. യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവൻ വിചാരിക്കുന്നുണ്ടോ? അവൻ വിചാരിക്കുകയാണ്, എന്താ അറിയോ, എൻ്റെ ഈ സ്വത്ത് മതി എനിക്ക് ജീവിക്കാൻ. എന്നെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. എന്നെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. കാരണം എനിക്ക് അത്യാവശ്യം സ്വത്തുണ്ട്, ആൾബലമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാറ്റിനും പതി ഞാൻ. പക്ഷേ അന്ന മാലഹു അഖ്ലദ, അത് സാധാരണയായിട്ട് ഇന്നും ശാശ്വതമായിട്ട് കിട്ടുന്നതല്ല. നീ ഉണ്ടാക്കിയത് നിനക്കൊന്നും കിട്ടൂല. നീ ജീവിക്കണ കാലം കഴിഞ്ഞാൽ അതൊക്കെ പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഒന്നും നീ കൊണ്ടുപോകില്ല. കല്ല,
അവർ ചിന്തിക്കണം. കല്ല എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വാക്കാണ്, ശ്രദ്ധിക്കണേ. ലയുംബദന്ന ഫിൽ ഹുത്തമ, അള്ളാഹു അവരെ നരകത്തിലേക്ക്, ഹുത്തമ എന്ന നരകത്തിലേക്ക്, ഹുത്തമയിലേക്ക് അള്ളാഹു എടുത്തെറിയുന്ന, തട്ടിക്കളയും. എന്നിട്ട് ചോദിക്കുകയാണ് അല്ലാഹ്, ഒമാ ദിറാക മൽ ഹുത്തമ, ഹുത്തമ എന്ന നരകം എന്താണെന്നറിയോ? ഒരു നരകത്തെക്കുറിച്ച് അള്ളാഹു തആല എടുത്തു ചോദിച്ചിട്ടില്ല. ഹുത്തമയെക്കുറിച്ച് അള്ളാഹു പറയണം. ഞാൻ അത്രയും വെറുപ്പിടിച്ച സ്ഥലമാണെന്ന്, വിഷമിക്കുന്ന സ്ഥലമാണത്. ഒമാ ദിറാക മൽ ഹുത്തമ നാറുല്ലാഹിൽ മൂഖദത്തുല്ലത്തി തത്തലി അലൽ അഫ്ഇദ, ആളിക്കത്തുന്ന തീ, വളരെയധികം വിഷമം സഹിക്കുന്നൊരവസ്ഥ, ദുർഗന്ധമുള്ളൊരവസ്ഥ. ആളിക്കത്തുന്ന നരകത്തിലാണ് ഉള്ളാവുക ഹുത്തമ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മേൽ വീണ്ടും വീണ്ടും അലൈഹിം നാറും മുഅസ്സദ, അതിൻ്റെ മേൽ വീണ്ടും വീണ്ടും ആളിക്കത്തി കത്തി 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 വീണ്ടും കത്തിക്കൊണ്ടിരിക്കുന്നു. ആളിക്കത്തുന്ന നരകത്തിൽ കിടക്കേണ്ട അവസ്ഥയാണ് അവർക്കുണ്ടായിത്തീരുന്നത് എന്ന് ആ നരകത്തിൽ അവരെ ജീവിതം അങ്ങനെ നശിച്ച് വിഷമിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. വളരെ അപകടകരമായൊരവസ്ഥയാണത്. നരകത്തെക്കുറിച്ച് അതിൻ്റെ ഭയാനകതയെക്കുറിച്ചൊക്കെ ഓർക്കുന്നത് നല്ലതാണ്, ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളെ നാവ് എന്തിനും ചിലവാക്കാനുള്ളതല്ല, നമ്മുടെ കൈ ആവശ്യമില്ലാത്തതിൽ ചലിപ്പിക്കാനുള്ളതല്ല, മറ്റുള്ളവരെ പ്രകോപിക്കുക, അവരെ വെറുപ്പ് സമ്പാദിക്കുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം. ആളുകളെ കൊത്തിത്തിരിപ്പ് നടത്തി ഫിത്ന ഉണ്ടാക്കലല്ല നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക എന്നതാണ്. ഹുത്തമ എന്ന നരകത്തിൽ വിടാതിരിക്കാൻ ട്രോളുന്ന ആളുകളും എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നല്ലതൊക്കെ ചിന്തിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ.